നമസ്കാരം. ഹാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2018 വേൾഡ് കപ്പിന് ശേഷമായിരുന്നു അർജന്റീനയുടെ പരിശീലകനായിക്കൊണ്ട് ലയണൽ സ്കലോണി എത്തിയിരുന്നത്. താൽക്കാലിക പരിശീലകനായിരുന്നു. പിന്നീട് അദ്ദേഹം സ്ഥിര പരിശീലകനായി മാറുകയായിരുന്നു. അത്ഭുതകരമായ വളർച്ചയാണ് അദ്ദേഹത്തിന് കീഴിൽ അർജന്റീന കൈവരിച്ചത്. അർജന്റീനക്ക് സാധ്യമായതെല്ലാം നേടിക്കൊടുക്കാൻ ഈ ഒരു പരിശീലകന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. 2022 ഏറ്റവും മികച്ച പരിശീലകനുള്ള പുരസ്കാരം സ്കലോണി തന്നെയാണ് സ്വന്തമാക്കിയത്. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ ഒരുപാട് പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ ഈ അർജന്റീൻ പരിശീലകന് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ജന്മനാട് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 40,000-ഓളം ജനങ്ങൾ വസിക്കുന്ന പുഹാറ്റോയാണ് സ്കലോണിയുടെ ജന്മദേശം. അവിടുത്തെ ഒരു സ്ട്രീറ്റിന് അഥവാ തെരുവിന് സ്കലോണിയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. ലയണൽ സെബാസ്റ്റ്യൻ സ്കലോണി എന്നാണ് ഇനി മുതൽ ആ ഒരു തെരുവ് അറിയപ്പെടുക. ഏകദേശം 100ഓളം ആളുകൾ താമസിക്കുന്ന ഒരു തെരുവാണ് അത്. അർജന്റീന പരിശീലകന്റെ നാമം ഈ തെരുവിന് നൽകും എന്നുള്ളത് അവിടുത്തെ കമ്മ്യൂണൽ പ്രസിഡന്റായ ഡാനിയൽ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അദ്ദേഹം അധികം വൈകാതെ തന്നെ തന്റെ വാക്ക് പാലിക്കുകയായിരുന്നു. ഏതായാലും അർഹിച്ച ഒരു ആദരമാണ് ഈ പരിശീലകന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനി എക്കാലവും ഈ ഒരു സ്ട്രീറ്റ് അർജന്റീന പരിശീലകന്റെ പേരിലാണ് അറിയപ്പെടുക. അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് താൻ ഒഴിഞ്ഞേക്കുമെന്നുള്ള സൂചനകൾ ഈയിടെ സ്കലോണി നൽകിയിരുന്നു. പക്ഷെ ഉടനെയൊന്നും അദ്ദേഹം രാജിവെക്കാൻ പോകുന്നില്ല. വരുന്ന കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ പരിശീലിപ്പിക്കാൻ സ്കലോണി ഉണ്ടാകും എന്നുള്ളത് മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് സ്കലോണി ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.